ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ എൻ്റെ ചാനലൊന്ന് വളരാൻ പറ്റുകയുള്ളൂ. പുതിയ ചാനലാണ്. നിങ്ങൾക്ക് മാക്സിമം മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാക്സിമം മെറ്റീരിയൽ കുത്തി നിറച്ച് തരുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അനീഷിനെ ലാലട്ട എണീപ്പിക്കുന്നുണ്ട്. വളരെ സ്നേഹസമ്പന്നമായിട്ടുള്ള രീതിയിലാണ് അനീഷിനോട് സംസാരിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ എപ്പോഴും ലാലേട്ടന് ഒരു വാത്സല്യമുണ്ട് അനീഷിൻ്റെ അടുത്ത്. അനീഷിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നമുക്ക് ഈ ആദിലയെക്കുറിച്ച്, ക്യാപ്റ്റനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം അനീഷ് പിന്നെ എല്ലാം തുറന്നടിച്ച് പറയുന്ന ആളാണ്. അനീഷ് പറയുന്നത് ആദില ഒരു നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നില്ല ലാലേട്ട. ആദില എപ്പോഴും ഉറങ്ങാൻ പോകുന്ന പോലെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് എപ്പോഴും വിളിച്ചു പറഞ്ഞു കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലെ അത്ര നന്നായി എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുന്നില്ല ലാലേട്ട, എന്നാൽ പിന്നെ അനീഷിൻ്റെ അഭിപ്രായത്തിൽ ആരാണ് ഏറ്റവും നല്ല ക്യാപ്റ്റൻ? അപ്പോൾ പറയണം ആദ്യത്തെ ക്യാപ്റ്റന്മാർ നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ തന്നെ അതിലവിടെ നിന്നിട്ട് ലാലേട്ടനോട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അത് പുള്ളിക്കാരനെ തന്നെയാണ് പൊക്കി പറയുന്നത്, അനീഷ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ട ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആദ്യത്തെ ക്യാപ്റ്റന്മാർ എന്ന് പറയുമ്പോൾ ആരൊക്കെ? ഞാൻ, ആര്യൻ, ഷാനവാസ്, പിന്നെ അഭിലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആര്യൻ അടിച്ച് ആദ്യം മുഖം കൂടിയ പോലെ ഇരിക്കുന്നുണ്ട്. എന്താണ് ആര്യനെ പൊക്കി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അനീഷിൻ്റെ അടുത്ത് ഇങ്ങനെ മുഖം ചുളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നത് ലാലേട്ട ആളെ തന്നെ പൊക്കി പറയാണ്, അതുകൊണ്ടാണ് എൻ്റെ മുഖം അങ്ങനെ ചുളിഞ്ഞത്, നല്ല ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ലാലേട്ട ചോദിക്കുന്നുണ്ട് എന്താണ് അനീഷ് സ്റ്റോർ റൂമിൽ പോകാൻ പറ്റുന്നില്ലേ ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതില പറയുന്നുണ്ട് ലാലേട്ട ആദ്യത്തെ ഞാൻ എൻ്റെ ഭരണം തുടങ്ങിയപ്പോൾ മുതലേ ആൾ ഓടി വന്നിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഡോറൊക്കെ തുറക്കാൻ നോക്കി. ഞാനിങ്ങനെ നല്ല ബലമായി പിടിച്ച ആളവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി അതുകൊണ്ട് ആളിപ്പോൾ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റോർ റൂമിലേക്ക് ഓടുന്നത് ലാലേട്ട എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണ് അനീഷ് ഇതിന് എന്താണ് മറുപടി പറയാനുള്ളത്? സ്റ്റോർ റൂമിൽ ഇപ്പോൾ എന്താ ഇരിക്കുന്നത് ഇത്ര അധികം എന്ന് അതിലോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ലാലേട്ട എൻ്റെ അനിയന് ഞാൻ ചെറിയൊരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫാദറും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു വളർന്ന എനിക്ക് ഈ മെഡിസിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ വീക്കായിട്ട് മറ്റുള്ളവരടുത്ത് പെരുമാറുന്നു. അതുപോലെ തന്നെ ബാറ്ററി ഇതൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കും. ഇതൊക്കെയാണ് ലാലേട്ട അപ്പോൾ നടക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ നെവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. നെവിൻ കാരണം നെവിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ലാലേട്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഇതുപോലെ പാത്രങ്ങൾ കഴുകാതെ ഇട്ടപ്പോൾ നെവിനാണ് വെസിൽ ക്യാപ്റ്റൻ. എന്നിട്ട് പോലും അന്വേഷിച്ച് ചെന്നിട്ട് ആദിലോട് ചെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് ലാലേട്ടൻ ചോദിച്ചു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചത് നെവിനോട് പറയാൻ എനിക്ക് വിശ്വാസമില്ല ലാലേട്ട. കാരണം അക്ബറിൻ്റെ കുത്തിത്തിരിപ്പോണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പാത്രം കഴുകട്ടേയും ചോദിച്ചത്. ഇവിടെ സാബു ചേട്ടൻ വിരുന്നിന് വന്ന സമയത്ത്, അത് സാബുമാൻ വന്ന സമയത്ത് രാവിലെ എണീറ്റ് ഒരുപാട് പാത്രങ്ങൾ കഴുകി ആൾ വിളിപ്പിച്ചു. എന്നിട്ട് ഞാനാണ് വെള്ളത്തിൽ ഞാനാണ് കഴുകിയത്. ആൾ എനിക്ക് സോപ്പിട്ട് തന്നു. എനിക്കിത് കണ്ട് വിഷമം തോന്നിയിട്ട് ഞാൻ പോയി. അത്രയും പോലെ ഈ നെവിൻ എണീറ്റ് വരെ കഴുകി, അതല്ലെങ്കിൽ ഇതിന് മുന്നേ ഡ്യൂട്ടി തീർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വന്ന ആൾക്കാരെ കൊണ്ട് പോലും ജോലി ചെയ്യിച്ച ആളാണ്. എന്നിട്ടാണോ ഞാൻ ഈ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് പാത്രം കഴുകാൻ വരുന്നത്? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അവ അത് കഴുകാതെ പോവും. പിന്നെ വീണ്ടും ഞാൻ തന്നെ കഴുകേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് കഴുകണ്ടെന്ന്. നെവിനെ വിശ്വസിക്കാൻ പറ്റാതെ കൂടെ തന്നെയാണ്. പിന്നെ കഥ പറയുമ്പോഴെന്നൊരു ടാസ്കിൽ മുടി ആട്ടി എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഭിന്നിയുടെ ഹസ്ബൻഡ് വന്ന സമയത്ത് അതിന് ഇടയിൽ ചെന്ന് കിടന്നു. എത്ര വൃത്തികെട്ട പരിപാടികളാണ് ഇവ, ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷിന് പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ ലാലേട്ട ഇത് സംഭവം ശരി തന്നെയാണ്. ഇവരൊന്നും കഴുകുന്നില്ല. പക്ഷെ ആര് കഴുകിയില്ലെങ്കിലും പുള്ളിക്കാരൻ അനീഷിന് യാതൊരു മടിയുമില്ല എന്ത് ചെയ്യാൻ. അതുകൊണ്ട് അനീഷൊക്കെ കഴുകി വെക്കുന്നുണ്ട്. ഈ നെവിൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും പെരുമാറുന്നത്. അക്ബറിൻ്റെ കുത്തിത്തിരിപ്പോണ്ട് തന്നെയാണ് നെവിൻ വന്നിട്ട് അന്ന് അങ്ങനെ ചോദിച്ചത്. അല്ലാതെ നെവിന് നല്ല മടിയാണ് പാത്രം കഴുകാൻ എന്നൊക്കെ പറയുന്നത് ശരി തന്നെ. നമ്മളും കാണുന്നത് തന്നെയാണല്ലോ. ഈ അനീഷിനെ കുത്താൻ എവിടെയൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് കുത്തുന്ന ഒരേ ഒരു പേഴ്സൺ അനീഷാണ്. ഗ്രൂപ്പ് കളിക്കാനോ കുത്തിരിപ്പുണ്ടാക്കാനോ നുണ പറയാനോ ഒന്നിനും പോകുന്നില്ല. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറാനോ ഇനി കട്ടെടുത്ത് തിന്നാനോ ഒന്നിനും ഇയാൾ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇയാളെടുത്ത് ഇത്ര ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 2-3 ദിവസം എന്ന് പറയണത്, ഒരു 10 ദിവസം എന്ന് പറയേണ്ടത് 3